ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്മൂത്തിയാണ് കേട്ടോ. ഫസ്റ്റായിട്ട് അതായത് ഹെൽത്തിൻ്റെ ഇതൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ റാഗി കൊണ്ട് വെച്ചൊരു സ്മൂത്തിയാണ്. റാഗിയും 2 ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. അതിൽ റാഗിയും പഴം മാത്രം വെച്ചിട്ട് ചെയ്യുന്ന ഒരു സ്മൂത്തിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. ഇതിലേക്ക് ആദ്യമായിട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ഇത് ഒരു സ്പൂണ് റാഗി മതി. 1 സ്പൂൺ ഒരു 1.25 സ്പൂണ് റാഗി. അത് നല്ലോണം ഒന്ന് കലക്കുക. അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് കളഞ്ഞിട്ട് കലക്കിയിട്ട് നല്ലോണം കട്ടയൊക്കെ കളയാതെ കട്ടയൊക്കെ പിടിച്ചിരിക്കില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വിസ്പർ ഉണ്ടെങ്കിൽ വിസ്പർ കൊണ്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്പൂൺ കൊണ്ട് ചെയ്താലും മതി കേട്ടോ. അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് പോയി കിട്ടണം, അത്രയേ ഉള്ളൂ. കട്ടയൊക്കെ കളഞ്ഞ് എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഇതിനെ ചൂടാക്കി വെക്കാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ ഒരാൾക്ക് കുടിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവും കൂട്ടാം, പൊടിയുടെ അളവും കൂട്ടാം കേട്ടോ. ഇപ്പോൾ സ്റ്റൗ കത്തിക്കുകയാണ്. സ്റ്റൗ കത്തിച്ചിട്ട് ഇത് നമുക്കിതിനെ കുറുക്കിയെടുക്കാം. നന്നായിട്ട് കുറുക്കി വരേണ്ട ആവശ്യമില്ല. കുറച്ചൊരു വെള്ളം വാട്ടർ പോലെ ആയിട്ട് കുറുകി കിട്ടണം കേട്ടോ. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കണം. അവിടെയൊക്കെ മഴയുണ്ടോ? ഇവിടെ മഴയാണ്. കേരളത്തിലെല്ലായിടത്തും മഴയാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ മഴ തന്നെയാണ്. ആ ദിവസം നല്ല ചൂടൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ മഴമറ്റാണ്. ജോലിക്ക് പോകുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടുമാണ്. ഇവിടെ ഒക്കെ ട്രെയിൻ ആശ്രയിച്ച് പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് മഴക്കാലം. ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ വേനൽക്കാലമാണ് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. കുറുകി വരുന്നുണ്ട്. പഴം ഞാൻ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു നേന്ത്രപ്പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറുകുന്ന നേരം വേണ്ടിയിട്ട് കുറുകി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം ഇതിലൊന്ന് ആറാൻ വെക്കണം കേട്ടോ. ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് അരിക്കരുത്. കുറച്ചൊന്ന് ആറിയതിന് ശേഷം അരിക്കാൻ പാടുള്ളൂ. അപ്പോൾ അത്യാവശ്യം ഈ കോൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നോക്കൂ കണ്ടോ, ഇത്രയ്ക്ക് ആയിട്ടുണ്ട്. ഇത്രയ്ക്ക് വേണം, എന്നാലേ സ്മൂത്തിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരുപാട് കട്ട പിടിച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ തന്നെ നമുക്ക് ഇതിൽ പഞ്ചസാര ഇട്ടിട്ടോ ഉപ്പിട്ടിട്ടോ വേണമെന്നുണ്ടെങ്കിൽ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കുടിക്കാം. പക്ഷെ ഇപ്പോൾ സ്മൂത്തിക്ക് സ്മൂത്തി അല്ലേ നമ്മളിപ്പോൾ ഉണ്ടാക്കണം. അപ്പോൾ സ്മൂത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ പഴം ചേർത്തിട്ടാണ്. അപ്പോൾ ഇതൊന്ന് തണുത്തിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ റാഗി ഏകദേശം ചൂടാറാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനൊരു 2-4 വരി പാടാം. എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ട ഒരു ഗാനമാണ് കേട്ടോ. ഞാൻ യൂട്യൂബിൽ പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ഇടുന്നുണ്ട്. നിങ്ങളെല്ലാവരും പോയി കാണണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ടും വേണം കേട്ടോ. അപ്പം ഞാൻ ആ സബ്സ്ക്രൈബർക്ക് വേണ്ടിയിട്ട് ഞാനൊരു 4 വരി മൂളാം. ഞാൻ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ 5ാം ക്ലാസ് മുതൽ ഞാൻ പാടാൻ തുടങ്ങിയതാണ്. പാട്ട് എനിക്ക് ആധികാരികമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീതികളിൽ ഇന്നും നീ വന്നു. ഒരു നിമിഷം വീണ്ടും നമ്മളൊന്നായി. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. റാഗിയുടെ മിക്സ് ചൂടാറിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ മിക്സ് നോക്കുക. നമ്മൾ പഴം നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഈ പഴം വേണമെന്നുണ്ടെങ്കിൽ കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഈ സ്മൂത്തി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ എന്താ പറയുക, ഹണി ചേർക്കാം, തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മധുരം ചേർക്കണമെങ്കിൽ, ഷുഗർ പേഷ്യൻ്റ് ഒന്നും അല്ലാത്തവർക്ക് ഷുഗർ ചേർക്കണമെങ്കിൽ അത് ചേർക്കാം കേട്ടോ. ഞാനതൊന്നും ചേർക്കണില്ല. അടിച്ചിട്ട് നമ്മളിത് അടിച്ചെടുത്തിട്ട് കാണാം. അപ്പം നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്.
ഗ്ലാസ്സിൽ വെച്ചിട്ട് ഞാൻ ഇതിൽ 1 സ്പൂണ് ഷിയ സീഡ്സ് മാത്രമേ ഇടുന്നുള്ളൂ. ഇതിൽ അണ്ടിപ്പരിപ്പിടാം, മുന്തിരിങ്ങ ഇടാം, ബദാം ഇടാം, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് ഇടാം. ഞാൻ ഇതിലിപ്പോൾ ഹണിയൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ നല്ലൊരു ഹെൽത്തി ഡ്രിങ്കും സ്മൂത്തിയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടത് ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക ഒക്കെ ചെയ്യുക കേട്ടോ. കാലത്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയൊരു സ്മൂത്തിയാണിത്. ഇതിൽ വേണമെങ്കിൽ ഫ്രൂട്ട്സൊക്കെ ഇടാം. നമുക്ക് ആപ്പിളോ മുന്തിരിങ്ങ അതുപോലെ ഡേറ്റ്സ് ഇടാം. എന്ത് വേണമെങ്കിൽ ഇട്ടിട്ട് നമുക്ക് കഴിക്കാം. പക്ഷെ ഞാനിത് സിമ്പിളായിട്ടാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വേറെ ഒന്നുമില്ല. മഴ അവിടെ തകർത്ത് പെയ്യാണ്. നിങ്ങളുടെ അവിടെ മഴയൊക്കെ ഉണ്ടോ എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ ഡിയേഴ്സ്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് പിന്നെ കാണാം. അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ ബൈ ബൈ.